വെൽക്കം ബാക്ക്. പ്രതിരോധത്തിലാണോ പാർട്ടി എന്നുള്ളതാണ്, പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, വീണ ടിയെ ഏതെങ്കിലും തരത്തിൽ CMRL-ഉമായിട്ടുള്ള പണമിടപാടിൽ പ്രതിരോധിക്കാൻ ഞാനില്ല ആ അർത്ഥത്തിൽ. കാരണം അത് അവരുടെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി കൊടുക്കേണ്ട മറുപടിയാണ്. എന്തിനാണ് അവർ ആ പണം വാങ്ങിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളതുപോലെ ഇപ്പോഴും എനിക്കുണ്ട്. അത് ആ അന്വേഷണം അവിടെ നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ പ്രസ് റിലീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. അതത്ര നിഷ്കളങ്കമായ ഒരു പ്രസ് റിലീസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അന്വേഷണം നടക്കട്ടെ. പക്ഷേ എങ്കിലും ചില സംശയങ്ങളുണ്ട്. പൊതുജന സമക്ഷം വയ്ക്കാൻ പോകുന്ന ഒരു 4 സംശയങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്ന്, ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന 19-ാം തീയതി ED പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് റിലീസ്, ആ പ്രസ് റിലീസ് എന്നുള്ളത് പുരോഗമനപരമായ ഒരു കാര്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. കാരണം സ്വർണ്ണക്കടത്ത് നടത്തുന്ന സമയത്ത് പ്രസ് റിലീസിനേക്കാൾ നമ്മൾക്ക് കിട്ടിയിരുന്നത് സെലക്റ്റീവ് ലീക്കേജ് ആയിരുന്നു. അവിടെ സോഴ്സിൽ നിന്ന് ലഭിച്ചിരുന്ന സെലക്റ്റീവ് ലീക്കേജാണ്. ആ സെലക്റ്റീവ് ലീക്കേജിൽ ഇതേപോലെ ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണം കടത്തുക, ഖുറാനുള്ളിൽ സ്വർണം കടത്തുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പൊലിപ്പിച്ച വിവരങ്ങളാണ് മാധ്യമങ്ങൾ വഴി ഒരു കാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സെലക്റ്റീവ് ലീക്കേജിൽ നിന്ന് മാറി പ്രസ് റിലീസായിട്ട് ED വന്നു എന്നുള്ളത് പുരോഗമനപരമായ ഒരു കാര്യമാണ്. പക്ഷേ ആ പ്രസ് റിലീസിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. 19-ാം തീയതി പുറത്തിറങ്ങിയിരിക്കുന്ന പ്രസ് റിലീസിൽ പ്രധാനമായും പറയുന്നത് ഇപ്പോൾ ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന 2.78 crore അത് തന്നെ സംശയാസ്പദമാണ്. കാര്യം സാങ്കേതികമായി പറഞ്ഞാൽ പോലും 2.78 കോടിയില്ല, അതിൽ 50 ലക്ഷം രൂപ തിരിച്ചടച്ചു. അപ്പോൾ 2.28 കോടി രൂപയാണ് ഇനി ബാക്കിയുള്ളത്. ആ 2.28 കോടി രൂപയിൽ 50 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിയതാണ്. അതൊഴിച്ചു നിർത്തിയാൽ 1.78 കോടി രൂപയാണ് സാങ്കേതികമായ അർത്ഥത്തിൽ അവിടെ വരികയുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ED മെയ് മാസം 27-ാം തീയതി നടത്തിയ സെർച്ചിൻ്റെ വിവരങ്ങൾ 19/8/2026 പുറത്തുവിടുന്നത്? എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. മെയ് മാസം 27-ാം തീയതി വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രത്യേകം ഓർമ്മിക്കണം, കോഴിക്കോട്ടെ 9 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ വിവരങ്ങൾ മാത്രമല്ല ഈ പ്രസ് റിലീസിലുള്ളത്. എന്ന് പറഞ്ഞാൽ 9-ാം തീയതി നടന്ന റെയ്ഡിന്റെ വിവരങ്ങൾ ഇതിലുണ്ട്. പക്ഷേ ആ വിവരങ്ങളോടൊപ്പം എങ്ങനെയാണ് വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ മെയ് മാസം 27-ാം തീയതി നടത്തിയ റെയ്ഡിലെ വിവരങ്ങൾ പ്രധാനപ്പെട്ട വിവരമായി വന്നത് എന്ന് എനിക്കിനി മനസ്സിലാവുന്നില്ല. മെയ് 27-ന് നടന്നതാണെന്ന് ഓർമ്മിക്കണം. മെയ് 27-ന് ED വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയതായിട്ട് ഇപ്പോൾ പ്രസ് റിലീസിൽ വരുന്നത് 20 കോടിയുടെ അൺഅക്കൗണ്ടഡ് ട്രാൻസാക്ഷൻ നടത്തിയെന്നാണ്. EDയുടെ കയ്യിൽ അങ്ങനെ ശക്തമായൊരു തെളിവ് 27-ാം തീയതി നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയാൽ മെയ് കഴിഞ്ഞ്, ജൂൺ കഴിഞ്ഞ്, ജൂലൈ കഴിഞ്ഞ്, ഓഗസ്റ്റ് മാസം വരെ കാത്തിരിക്കും എന്ന് എനിക്ക് കരുതുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഈ 20 കോടി അവരുടെ കയ്യിൽ വന്ന വരുമാനത്തിനും അപ്പുറത്തേക്ക് ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ് ഈ മെയ് 27-ന് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ആ പ്രസ് റിലീസ് വരുന്നത് ഓഗസ്റ്റ് മാസം 19-ാം തീയതി. രണ്ടാമത്, ഈ ഹാൻഡ് നോട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തി എന്നുള്ളത് അത് ഫെമയുടെ വയലേഷനാണ് എന്ന മട്ടിലാണെങ്കിലും ഈ സമയത്താണോ ഇത് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംശയം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ പ്രസ് റിലീസിൽ പറയുന്നതനുസരിച്ച് എന്ത് ലീഗൽ വാലിഡിറ്റിയാണ്, എവിഡൻഷ്യറി വാല്യൂ ആണ് ഈ പ്രസ് റിലീസിൽ പറയുന്ന ED കണ്ടെത്തിയിരിക്കുന്ന ഹാൻഡ് നോട്ടുകൾക്കുള്ളത് എന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്, നേരത്തെ ചർച്ചയിൽ പറഞ്ഞതാണ്, ജെയിൻ ഹവാല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രധാനമായ വിധി ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും നടത്തിയിരുന്നു. 2014 അതിൻ്റെ പൂർണ്ണരൂപം പുറത്തു വന്നതാണ്. അന്ന് 1991 നടന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ചർച്ച ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 17-ഉം സെക്ഷൻ 34-ഉം എങ്ങനെയാണ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുന്നത് എന്നതാണ്. എന്തായിരുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 17? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 17 പ്രകാരം ഒരു അക്യൂസ്ഡ് അയാൾ ഒപ്പിട്ടിരിക്കുന്ന, അയാൾ തന്നെ കൈപ്പടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നോട്ട്, ഇവിടെ പറഞ്ഞാൽ വീണ തൈക്കണ്ടിയുടെ ഹാൻഡ് നോട്ട് എവിഡൻഷ്യറി വാല്യൂ ഉള്ള ഒന്നായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അതിന് സെക്ഷൻ 34 പ്രകാരം, സെക്ഷൻ 34 ആണെങ്കിൽ എന്താ, ബിസിനസ് ബുക്ക്, അക്കൗണ്ട് ബുക്ക് തുടങ്ങിയ രേഖകളാണ്. ആ രേഖകൾക്ക് തത്തുല്യമായ നിയമസാധുത സെക്ഷൻ 17 പ്രകാരം കണ്ടെടുക്കുന്ന ഈ ലൂസ് ഷീറ്റുകളുടെ, നോട്ടുകളുടെ, ഡയറികളുടെ ഭാഗത്തിനുണ്ടോ എന്നുള്ളതായിരുന്നു. കോടതി പറഞ്ഞത് അതിനെ ഒറ്റയ്ക്ക് ഒരിക്കലും അതങ്ങനെ കാണാൻ കഴിയില്ല. കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ലാതെ, അനുബന്ധ തെളിവുകളില്ലാതെ സെക്ഷൻ 17 പ്രകാരം കണ്ടെത്തുന്ന ഹാൻഡ് നോട്ടുകളെ നിങ്ങൾക്ക് നിയമസാധുതയായിട്ട് കൽപ്പിച്ച് അതിൻ്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല, ക്രിമിനൽ പ്രൊസീജിയർ തുടങ്ങാൻ കഴിയില്ല. ഇവിടെ വന്നിരിക്കുന്നത് ഹാൻഡ് നോട്ടുകളാണ്. വളരെ കൃത്യമായി പറയുന്നു, ഡ്യൂറിംഗ് ദ സെഡ് സെർച്ച് ED ഫൗണ്ട് സർട്ടൈൻ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് മെയ്ഡ് ബൈ ശ്രീമതി വീണ. നോക്കൂ, ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അക്കൗണ്ട് ബുക്കാണോ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണോ? ഒരിടത്ത് പറയുന്നു ഹാൻഡ് റിട്ടൺ നോട്ട്സ്, ഒരിടത്ത് പറയുന്നു ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ്. എന്താ പ്രശ്നം? ഈ സെക്ഷൻ 17 ഒറ്റയ്ക്ക് നിൽക്കില്ല.
34 നിൽക്കും. 34 അത് അക്കൗണ്ട് ബുക്ക് ആവണം. അങ്ങനെ ഒരു അക്കൗണ്ട് ബുക്ക് വീണ സൂക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു അക്കൗണ്ട് ബുക്കിനെ കുറിച്ച് വേറൊരിടത്തും പറയുന്നില്ല. തൊട്ടടുത്ത് പറയുന്നു ദ ഹാൻഡ് റിട്ടൺ നോട്ട്സ് കണ്ടെയ്ൻഡ് ദ നെയിംസ് ഓഫ് പേഴ്സൺസ്. ആദ്യം പറയുന്നു ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ്, രണ്ടാമത് പറയുന്നു ഹാൻഡ് റിട്ടൺ നോട്ട്സ്. ഇതാണ് ഇതിനകത്തെ ഈ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, ഹാൻഡ് റിട്ടൺ നോട്ട്സ് വെച്ച് നിങ്ങൾക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. പകരം അത് എന്താക്കണം, അത് അക്കൗണ്ട് ബുക്കാക്കി മാറ്റണം. അക്കൗണ്ട് ബുക്കാക്കി മാറ്റിയ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ കാണുന്ന ഈ പ്രസ് റിലീസ്. എന്ന് വെച്ചാൽ ഇത് വെച്ച് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം, വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യാം എന്ന് കരുതുന്നു. പക്ഷേ ഹവാല കേസിലെ വിധി പ്രകാരം ഒറ്റയ്ക്ക് ഈ കേസ് നിൽക്കില്ല. ഇത് നിൽക്കണമെങ്കിൽ ഇനി ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ഈ 20 കോടി രൂപ എങ്ങനെയാണ്, 20 കോടി രൂപ യഥാർത്ഥത്തിലുള്ളതാണോ? ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഖുറാനിൽ സ്വർണം കടത്തിയെന്നും ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയെന്നും ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള കോഴയുണ്ടായെന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ പലതവണ പറ്റിച്ചിട്ടുണ്ട് ഈ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന സോഴ്സുകൾ. അതുകൊണ്ട് ഈ പ്രസ് റിലീസിൽ പറയുന്നത് പോലെ ഇതിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ താല്പര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വീണ വിജയനെ അറസ്റ്റ് ചെയ്യണം. CMRL കേസുമായിട്ട് മുന്നോട്ട് പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് പുതിയ കേസുമായി എത്തിയിരിക്കുന്നത്. CMRL കേസിലെ പ്രശ്നം എന്താ, CMRL കേസിലെ SFIOയുടെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കണ്ടെത്തുക മാത്രമേ EDക്ക് ചെയ്യാൻ പറ്റൂ. ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കണ്ടെത്തുന്നതിന് ഭാഗമായി 15 ലക്ഷം രൂപ ഫ്രീസ് ചെയ്തു. അതിനും അപ്പുറത്തേക്ക് ഒരു പടി കടക്കാൻ EDക്ക് പറ്റൂല. അപ്പോൾ ED നീഡ്സ് എ ന്യൂ കേസ്. EDക്ക് CMRLലും അപ്പുറത്തേക്ക് ഒരു പുതിയ കേസ് വേണം. അപ്പോൾ ഒരു പുതിയ കഥ, 85 ലക്ഷത്തിൻ്റെ UAE ദിർഹം കടത്തിയിരിക്കുന്നു, 20 കോടി രൂപയുടെ അൺഅക്കൗണ്ടഡ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതായി ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു തുടങ്ങിയ കഥകളാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. ഞാൻ ഈ 2 സംശയങ്ങൾ മുന്നോട്ട് വെച്ചത്, ഒന്ന് ഈ വൈകൽ, 2 ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സ് പിടിച്ചെടുത്തത് കൊണ്ട് എന്താണ് വീണയ്ക്കെതിരായിട്ട് ED ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതാണ് ഈ നേരത്തെ പറഞ്ഞത്. CMRL നിന്ന് പുതിയൊരു കേസും പുതിയൊരു കഥയും തിരക്കഥയും EDയെ സംബന്ധിച്ച് ആവശ്യമുണ്ട് എന്നുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് മുഹമ്മദ് റിയാസിനെ വലിച്ചെടുക്കണം. സ്വാഭാവികമായി മുഹമ്മദ് റിയാസിനെ എങ്ങനെയാണ് ഈ കേസിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുക? ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് വീണ തൈക്കണ്ടിയുടെ ഭർത്താവല്ല. ആ പറയുന്ന പണം ഈ പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലൊന്നും ഒരിടത്തും നിക്ഷേപിച്ചിട്ടില്ല. അപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിൽ പണമില്ല. അപ്പോൾ പിന്നെ അടുത്തത് ആരാണ്? മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കൾ. ഇവരെല്ലാവരും കുട്ടിക്കാലം മുതൽ, അഥവാ SFI പ്രവർത്തിക്കുന്ന കാലം മുതൽ തന്നെ പരസ്പരം സുഹൃത്തുക്കളായി പ്രവർത്തിച്ചവരുടെ ഓഫീസുകളിലും വീടുകളിലുമാണ് റെയ്ഡ് നടന്നിരിക്കുന്നത് എന്നാണ്. അവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലെങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏതെങ്കിലും തരത്തിൽ രേഖാമൂലമല്ലാത്ത അനധികൃത സ്വത്ത് ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഹവാല ഇടപാടുകളുടെ ട്രാൻസാക്ഷൻ നോക്കണം. ഈ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പാരഗ്രാഫിലാണ് അതുകൂടി കൂട്ടിച്ചേർക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ ചെയ്തതെന്നറിയാമോ? ഹവാല ഇടപാടുകൾ എന്ന പേരിൽ വെച്ചിട്ട് വീണ തൈക്കണ്ടിയുടെ ഫോട്ടോ വെച്ചു. വീണ തൈക്കണ്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഹവാല ഇടപാടുകൾ അങ്ങനെ പറയുന്നുണ്ടോ ഈ പ്രസ് റിലീസ്? അങ്ങനെ പറയുന്നില്ല. വീണ തൈക്കണ്ടി ഹവാല ഇടപാട് നടത്തി എന്ന് ഈ പ്രസ് റിലീസ് പറയുന്നില്ല. പകരം കോഴിക്കോട് നടത്തിയിരിക്കുന്ന റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് എവിഡൻസസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിംഗ് ഹവാല ചാനൽസ് ആർ ഓൾസോ ഫൗണ്ട്. The seizures made by ED shows ശ്രീമതി വീണ വാസ് ഹാൻഡ്ലിംഗ് amount beyond her note. എന്നിട്ട് വീണ്ടും വീണയുടെ കഥയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഡ്യൂറിംഗ് ദ സെർച്ചസ് പറയുന്നുള്ളൂ, അത് എവിടുത്തതാണെന്ന് പറയുന്നു. കോഴിക്കോട് എന്നും പറയുന്നില്ല, തിരുവനന്തപുരത്ത് എന്നും പറയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിലേക്ക് ഒരു അസംഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയുക? ഹവാല ട്രാൻസാക്ഷന്റെ ഇടപാട് അങ്ങിപ്പോ പറഞ്ഞു കോഴിക്കോടാണ് എന്ന്. അല്ല, നിലവിൽ നോക്കൂ, തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഈ ഡിജിറ്റൽ റെയ്ഡുകൾ കണ്ടെത്തിയിരിക്കുന്നത് സെർച്ച് ഓപ്പറേഷൻ സെവറൽ ഡിജിറ്റൽ ഡിവൈസസ് were seized and statements are recorded. അല്ലല്ല, അതാ സിം കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഫോട്ടോ ഇവിടുത്തെ അല്ല, അത് ആരുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്? വീണയുടെ വീട്ടിൽ നിന്നാണ്. രണ്ടും ഈ തുടങ്ങുന്നത് എങ്ങനെയാ? ഈ രണ്ടും നടത്തിയിരിക്കുന്നത് ED had initiated investigations under PMLA based investigations എന്ന് പറഞ്ഞിട്ട് ഈ 2 റെയ്ഡുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഹവാല ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറയുകയാണ്. The amount stated in her handwritten accounts are over and above the amount received from CMRL. ED would initiate legal action as per law. അന്വേഷണത്തിലൊന്നും ആരും എതിരില്ല. പക്ഷേ ഈ സംശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സംശയമാണ് ഒരു പ്രതീതി നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംശയം. മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് 2.78 കോടിയാണെന്ന് ED തന്നെ പറയുന്നുണ്ട്. അത് വാസ്തവപരമായി ശരിയല്ല. 2.28 കോടി, അത് 50 ലക്ഷം രൂപ ഇനി തിരിച്ചടയ്ക്കാനുള്ള പൈസ കൂടിയാണെങ്കിൽ പോലും. പക്ഷേ മൊത്തം എത്രയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി EDയുടെ പ്രസ് റിലീസിൽ തന്നെ പറയുന്നുണ്ടല്ലോ. 182 കോടിയുടെ തട്ടിപ്പാണ് അന്വേഷിക്കുന്നത്. 182 കോടിയുടെ ഫിക്ഷ്യസ് പേയ്മെൻ്റാണ് അന്വേഷിക്കുന്നത്. ഇതിലെ 180 കോടി അന്വേഷിക്കേണ്ട
2 കോടി മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് ED എങ്ങനെയാണ് ഒരു തീരുമാനമെടുത്തത്? അതിൽ തന്നെ 73 കോടി രൂപ, അതിൽ തന്നെ 13 കോടി രൂപ വ്യത്യസ്ത നേതാക്കൾക്ക് ക്യാഷ് പേയ്മെന്റ് കൊടുത്തു എന്ന് SFIയുടെ പേജ് നമ്പർ 21 പറയുന്നുണ്ടല്ലോ. ആ നേതാക്കളിലേക്ക് അന്വേഷണം പോകാതെ 2 കോടി 78 ലക്ഷത്തിലേക്ക്, അതായത് 182 കോടിയിൽ 180 കോടിയെ വിട്ട് 2 കോടി 78 ലക്ഷത്തിലേക്ക് മാത്രമായി അന്വേഷണം ചുരുക്കുന്നതിൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്ത് എന്നതാണ് എൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴും ഈ 13 കോടി രൂപയോളം കൈപ്പറ്റിയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. 73 കോടിയോളം പറ്റിയിരിക്കുന്ന വിവിധ കമ്മീഷൻ തുകയായിട്ട് കൈപ്പറ്റിയിരിക്കുന്ന ഉദ്യോഗസ്ഥരിലേക്കും ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനിലേക്കും മീഡിയ പ്രവർത്തകരിലേക്കും അന്വേഷണം എത്തുന്നില്ല എന്നതാണ്. അന്വേഷണം അങ്ങനെ സെലക്റ്റീവായ ഒരു പ്രോസിക്യൂഷനായിട്ട് മാറുന്നു എന്നതാണ് എൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ലൂസ് ഷീറ്റുകൾ, ഡയറി നോട്ടുകൾ ഇതൊന്നും തന്നെ സോളിഡ് എവിഡൻസ് ആയിട്ട് എടുക്കാൻ കഴിയില്ല, പ്രധാനപ്പെട്ട തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വസ്തുത. അപ്പോൾ ഇനി ED ഈ കേസുമായി മുന്നോട്ട് പോട്ടെ, കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ അർത്ഥത്തിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, CMRൽ നിന്ന് 1.78 കോടി രൂപ വാങ്ങിയത് എന്തിനാണ് എന്ന കാര്യം എനിക്കും ബോധ്യമായിട്ടില്ല, നിങ്ങൾക്കും ബോധ്യമായിട്ടില്ല. അതിന് ബോധ്യപ്പെടുത്തേണ്ടത് വീണ തൈക്കണ്ടിയാണ്. പക്ഷേ അതിൽ ഫ്രീസിങ്ങിനും അപ്പുറത്തേക്ക് നടപടിയിലേക്ക് കടക്കാൻ പറ്റാത്തത് കൊണ്ട് ക്രിമിനൽ പ്രോസിക്യൂഷനിലേക്ക് കടക്കണമെങ്കിൽ കൂടുതൽ ശക്തമായ തെളിവുകൾ വേണം, പുതിയ കേസ് വേണം. സോ ദേ ആർ ആഫ്റ്റർ ന്യൂ കേസ്. ഈ കേസിന് ഇതുമായി ബന്ധിപ്പിക്കുകയല്ല ചെയ്തത്. അതുകൊണ്ടാണ് 20 കോടിയുടെ ട്രാൻസാക്ഷനിലേക്ക് പോകുന്നത്, 85 ലക്ഷത്തിൻ്റെ പുതിയ കഥയിലേക്ക് പോകുന്നത് എന്നാണ് എൻ്റെ ഈ വിഷയത്തിലിട്ടേക്ക് എന്തോ സൂചിപ്പിക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ, അതായത് ഈ കാലതാമസവുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ റെയ്ഡ് നടത്തിയതിന് ശേഷം പിന്നീട് വീണയെ ചോദ്യം ചെയ്യുന്നുണ്ട്, അവരെ വിളിക്കുന്നുണ്ട്, അവർ ഒരു തവണ വന്നില്ല എന്ന് തോന്നുന്നു, പിന്നീട് വരുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നുണ്ട്, ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഈ ആളുകളുടെ വീട്ടിലെ റെയ്ഡും നടക്കുന്നുണ്ട്. അതായത് അതായത് 27/5/2026 ശേഷം നടന്ന ആദ്യത്തെ ഇതല്ല ഇത്, 18/8/2026 പരിശോധനയ്ക്ക് ശേഷം കൂടിയാണ് ഇത് പുറത്തു വരുന്നത്. അപ്പൊ കാലതാമസം എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് ED കുറെ അധികം അന്വേഷണങ്ങളുമായി മുന്നോട്ട് ഈ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളെ കുറിച്ച് അപ്പൊ അന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാക്കിയതിന് ശേഷം ഫർദർ റെയ്ഡ് നടത്തിയിട്ട് കാര്യമില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ EDക്ക് നഷ്ടപ്പെട്ടു പോകും. അന്ന് വീണ തായ്ക്കണ്ടിയുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ കിട്ടി, അവിടെ ഇന്നെ മറ്റേ ഈ നന്ദുലാലിന്റെ പേരിലും നിഖിലിന്റെ പേരിലുമുള്ള 100 നോട്ട്സ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നന്ദുലാലിന്റെ വീട്ടിൽ പോയി വേണ്ട. അപ്പം ED ഈ പറയുന്ന 85 ലക്ഷം രൂപ ദുബായിലേക്ക് കടത്തി 20 കോടിയുടെ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള വിവരം എന്തായി? ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ED ഒരു റെയ്ഡ് നടത്തി, അതുമായി ബന്ധപ്പെട്ട ഉപതെളിവുകൾ കണ്ടെത്താൻ മറ്റു റെയ്ഡ് നടത്തുന്നതിന് മുമ്പ് ആദ്യത്തെ റെയ്ഡിൽ ഡോക്യുമെന്റ് മുഴുവനും പബ്ലിഷ് ചെയ്തിട്ട് വേണമെന്ന് പറയുന്നത് 18/8/2026 റെയ്ഡിൽ കണ്ടെടുത്തതും 27 മെയ് മാസത്തിൽ കണ്ടെടുത്തതും വളരെ വ്യക്തമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പൊ 18 റെയ്ഡിൽ കണ്ടെത്തുന്നത് പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, EDയുടെ മുന്നിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ 27 തീയതി കണ്ടെടുത്ത വിവരവും 18 തീയതി കണ്ടെടുത്തതും കൂടി ഒരുമിച്ച് 19 പ്രസ് റിലീസിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് പറഞ്ഞത്. ആ ടൈമാണ് പ്രശ്നം. അതെ, 27 റെയ്ഡിൽ കണ്ടെത്തിയത് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയതിന് ശേഷം 18 തീയതി പിന്നീട് റെയ്ഡിന് പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം നിങ്ങളെല്ലാം വഴിയല്ല. ഈ 85 ലക്ഷം രൂപയുടെ കാര്യത്തിൽ ഈ പറയുന്ന 18 തീയതിയിലെ റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ല, 18 തീയതിയിലെ കാര്യത്തിൽ ഈ പറയുന്ന 85 ലക്ഷത്തിന്റെ കാര്യം കണ്ടെത്തിയിട്ടില്ല എന്ന് എവിടെ പറയുന്നത്? കണ്ടെത്തിയിട്ടില്ല എന്ന് എവിടെ പറയുന്നത്? അല്ല, ഈ 18 തീയതിയിൽ നടത്തിയ പരിശോധനയാണ് ഹവാല, അങ്ങാണ് നേരത്തെ പറഞ്ഞത്. ഹവാല ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യം 18 തീയതിയിലത്തെ റെയ്ഡിലാണ് കണ്ടെത്തിയത്. അത് ഏത് റെയ്ഡാണ്? അത് ഈ പറയുന്ന വീണയുമായി ബന്ധപ്പെട്ട അല്ലെന്നാ ഞാൻ പറയുന്നത്. വീണയുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡ് വീണയുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ നിന്നാണ് ഈ പറയുന്ന 18 തീയതിയിലത്തെ റെയ്ഡ്. അവിടെയാണ് ഹവാല ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ED പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടെത്തിയെന്ന് പറയുന്നത് ഒന്നല്ല. എനിക്ക് പറയേണ്ടത് ഞാൻ പറയാം. അതായത് ആദ്യത്തെ റെയ്ഡ് നടത്തി അതിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും പിന്നീട് നടത്തിയ വീണ തായ്ക്കണ്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന്റെ കാര്യത്തിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒക്കെ കിട്ടിയതിൽ നിന്നാണ് 18 തീയതിയിലേക്ക് ഒരു റെയ്ഡിന് പോകുന്നത്. ആ റെയ്ഡിന് നടക്കുന്നതിന് മുമ്പ് കണ്ടെത്തിയത് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടാണെങ്കിൽ റെയ്ഡിന് പോകേണ്ട കാര്യമില്ല. ശരി. ഇനി 27 തീയതി കണ്ടെത്തിയതിൽ നിന്ന് വ്യത്യസ്തമായി 18 തീയതി കണ്ടെത്തിയ കാര്യം എന്താ? ഈ ഹവാല ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സാധനങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട്. അതല്ലല്ലോ ഈ പറഞ്ഞിരിക്കുന്നത് 20 കോടിയുടെ ട്രാൻസാക്ഷൻ അല്ലേ? അതിൽ 18 തീയതി എവിടെയാ കണ്ടെത്തിയിരിക്കുന്നത്? ഈ ഹവാല പറഞ്ഞിരിക്കുന്ന 20 കോടിയുടെ മാത്രം കാര്യമാണോ? ഈ ഹവാല ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട 20 കോടിയുടെ നിങ്ങൾ 20 കോടിയുടെ ഒരുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ റെയ്ഡിന് ശേഷം വാർത്താക്കുറിപ്പ് ഇറക്കിയില്ല. രണ്ടാമത്തെ റെയ്ഡിനും കൂടി നടന്നതിന് ശേഷം മുഴുവനാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയതിലെ കാലതാമസവുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ
കാര്യങ്ങൾ മുഴുവനും നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ തെളിവ് കണ്ടെത്താൻ രണ്ടാമത്തെ റെയ്ഡ് നടത്തണമെങ്കിൽ ഇഡി ആയിരിക്കണം ആഗോളമണ്ഡലം. അതിലൊക്കെ എനിക്ക് സംശയമുണ്ട്. ആ നിഷ്കളങ്കതയൊന്നും ഞാനും ആരോപിക്കുന്നില്ല. പക്ഷെ ആദ്യത്തെ റെയ്ഡ് നടത്തിയിട്ട് മുഴുവൻ വിവരങ്ങളും പബ്ലിഷ് ചെയ്തിട്ട് രണ്ടാമത്തെ റെയ്ഡ് നടത്താൻ പോകണമെങ്കിൽ ആഗോളമണ്ഡന്മാരായിരിക്കണം. 18-ാം തീയതി റെയ്ഡ് നടക്കുന്നു, 19-ാം തീയതി പ്രസ് റിലീസ് ഇറങ്ങുന്നു, 27-ാം തീയതി മെയ് മാസം റെയ്ഡ് നടക്കുന്നു. അതിന്റെ വിവരങ്ങൾ കൂടി 19-ാം തീയതിയിലുള്ള പ്രസ് റിലീസ് ഉൾപ്പെടുന്നു. വൈ? അതിനെന്താ പ്രശ്നം? ആ പ്രശ്നമില്ല എന്ന് തോന്നുന്നതാണ്. കാരണം ആദ്യത്തെ റെയ്ഡ് നടത്തിയ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ റെയ്ഡ് നടക്കുന്നത്. ആ വിവരങ്ങൾ പബ്ലിഷ് ചെയ്തതിനു ശേഷം റെയ്ഡ് ചെയ്യാൻ പോകണമെങ്കിൽ അതിലും ഭേദം ഇന്നൊക്കെ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ പറയുന്ന 20 കോടിയുടെ ട്രാൻസാക്ഷൻ, ഈ പറയുന്ന 85 കോടി. അതിന് 18-ാം തീയതി റെയ്ഡുമായിട്ട് ഒരു ബന്ധവുമില്ല. 85 ലക്ഷം രണ്ടുമായി 18-ാം തീയതി റെയ്ഡുമായി ഒരു ബന്ധവും അതിലില്ല. അതുകൊണ്ടെന്താ? ഇൻഡിപെൻഡന്റ് ആണ്, അത്രേ ഉള്ളൂ. അതാണ് ടൈം ഡിലേ. ടൈം ഡിലേ അല്ല, ആദ്യത്തെ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പബ്ലിഷ് ചെയ്തതിനു ശേഷം ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളൊന്നുമല്ല, എന്ത് വിവരങ്ങളാണെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയാണ് അവർക്ക് തെളിവുകൾ അടക്കമുള്ള വാർത്തകൾ എപ്പോൾ പബ്ലിഷ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതിന് മുഴുവൻ വിവരങ്ങളും പത്രക്കാർക്ക് എഴുതി കൊടുത്തതിന് ശേഷം ശരി ആ തെളിവ് ശേഖരിക്കാൻ രണ്ടാമത്തെ റെയ്ഡ് നടത്തണമെങ്കിൽ ആഗോളമണ്ഡന്മാരായിരിക്കണം ഇഡി. Meet the editors.